ഹലോ ഫ്രണ്ട്സ്, മോട്ടോഗാർഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഒരു ആപ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഏത് ആപ്പാന്ന് വെച്ചാൽ നമ്മുടെ മോട്ടോർ വെഹിക്കിളിൻ്റെ പരിവാഹൻ ആപ്പ്. അപ്പം ആ ആപ്പിനെ കുറിച്ച് എല്ലാവർക്കും വലിയ അറിവില്ല. അപ്പം ആ ആപ്പ് എങ്ങനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, അത് എങ്ങനെ നിങ്ങൾക്ക് ഈസിയായിട്ട് ഉപയോഗിക്കാം, അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ കൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമുക്ക് ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്ത് നോക്കിയാലോ. അതിന് നമ്മളിത് പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നമുക്ക് ആദ്യം ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സൈൻ ഇൻ ചെയ്യണം. അപ്പോൾ സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ഹോം പേജിൽ ഒരു ഹോം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ സൈൻ ഇൻ്റെ ഓപ്ഷൻ വരും. അവിടെ സൈൻ ഇൻ ചെയ്യുക. അപ്പം ആദ്യം നമ്മൾ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റർഡ് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അത് കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. അത് നമ്മൾ വെരിഫൈ ചെയ്യണം. അപ്പം OTP നമ്മൾ എൻ്റർ ചെയ്തുകൊണ്ട് നമ്മുടെ ഇത് വെരിഫൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പേര് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മുടെ പേര് എൻ്റർ ചെയ്ത് സൈനപ്പ് ചെയ്താൽ ഇതിൻ്റെ നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആവും. അപ്പം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഈ ആപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ വാഹനങ്ങളുടെ RCയും അതായത് നമ്മുടെ ലൈസൻസും ഒക്കെ നമുക്കിതിനകത്ത് വെർച്വലായിട്ട് സേവ് ചെയ്യാം എന്നുള്ള ഒരു പ്രത്യേകതയാണ് ഈ ആപ്പിനുള്ളത്. നമുക്ക് ഈ ആപ്പ് വഴി നമുക്ക് നമ്മുടെ മോട്ടോർ വെഹിക്കിളിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ RC ബുക്കും നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസും എങ്ങനെ വെർച്വലായിട്ട് ഇതിനകത്ത് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ പരിവാഹൻ ആപ്പിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്ന RC ബുക്ക് എങ്ങനെ നമുക്ക് വെർച്വലായിട്ട് സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് RC ഡാഷ്ബോർഡ് നമുക്ക് ഇതിലേക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ RC ഡാഷ്ബോർഡ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഒരു വണ്ടി നമ്പർ ഇവിടെ എൻ്റർ ചെയ്യണം. അതിപ്പോൾ നിങ്ങളുടെ ഏത് വാഹനമാണോ നിങ്ങളുടെ വണ്ടിയുടെ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഒരു വണ്ടി നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അത് സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് കിട്ടും. അതിൻ്റെ RC ഓണർ, വണ്ടി ഏതാണ്, അതിൻ്റെ ഫിറ്റ്നസ്, അതിൻ്റെ ഇൻഷുറൻസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കിട്ടും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും താഴെ കാണുന്ന ആഡ് ടു ഡാഷ്ബോർഡ് ടു വെർച്വൽ RC അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഇത് ചോദിക്കും. അതായത് നമ്മുടെ എൻജിൻ നമ്പറും ചേസ് നമ്പറും വണ്ടിയുടെ ചോദിക്കും. അത് നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ RC ബുക്കിൻ്റെ ഒറിജിനൽ ബുക്കിൽ നോക്കി നമുക്ക് അതിൻ്റെ ചേസ് നമ്പറും എൻജിൻ നമ്പറും അതിൻ്റെ അവസാനത്തെ 4 അക്ക നമ്പർ നമ്മളവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ നമ്മൾ വെരിഫൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഈ RC ബുക്ക് ഡയറക്റ്റ് ഡാഷ്ബോർഡിലേക്ക് സേവ് ആവുകയാണ്. അങ്ങനെ നമ്മുടെ RC ബുക്ക് ഇതിൽ സേവ് ആവും. അപ്പോൾ നമ്മുടെ RC ബുക്ക് സേവ് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിൽ അത് കാണുക. ഒരു QR കോഡ്, നമ്മുടെ പേര്, നമ്മുടെ വണ്ടിയുടെ ഏതാണ് മോഡല്, കാര്യങ്ങളെല്ലാം ഇതിനകത്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു RC ബുക്ക് നമ്മൾ ഇതിനകത്ത് വെർച്വലായിട്ട് സേവ് ചെയ്യുന്നത്. നമുക്ക് ലൈസൻസ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം അത് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ DL ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യുക. DL ഡാഷ്ബോർഡ് സെലക്ട് ചെയ്ത് നമ്മുടെ അപ്പോൾ ഒരു DL ഡാഷ്ബോർഡിൻ്റെ ഒരു സെർച്ച് ബട്ടൺ വരും. അവിടെ നമ്മുടെ ലൈസൻസിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്പർ എൻ്റർ ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുമ്പം നമുക്ക് ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അടിക്കാനൊരു അലേർട്ട് കിട്ടും. അത് നമ്മൾ ഏസ് കൊടുക്കുക. ഏസ് കൊടുത്ത് നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക. എന്നിട്ട് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ലൈസൻസ് ഓട്ടോമാറ്റിക്കലി അതിന് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആഡ് ടു ഡാഷ്ബോർഡാണ്. ആഡ് ടു ഡാഷ്ബോർഡ് കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യാൻ പറയും. നമ്മൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യുക, വെരിഫൈ ചെയ്യുക. അപ്പോൾ തന്നെ നമ്മുടെ ലൈസൻസ് ഡാഷ്ബോർഡിലേക്ക് മൂവ് ആവും. പിന്നെ കാണുന്നത് നമ്മുടെ ഡാഷ്ബോർഡ് വരുന്ന ലൈസൻസിൻ്റെ ഒരു വ്യൂ ആണിത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലൈസൻസ് ഡാഷ്ബോർഡിലേക്ക് സേവ് ചെയ്യുന്നത്. നമ്മുടെ 2 ഡോക്യുമെൻറ്റ്സ് ഇതിനകത്ത് വെരിഫൈ ചെയ്തു. അപ്പോൾ നിങ്ങൾ വെരിഫൈ ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നിങ്ങളിനി യാത്ര ചെയ്യുമ്പോൾ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ യാത്ര ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെക്കിങ്ങോ MVD ഒക്കെ നമ്മളെ ചെക്കിങ്ങിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇത് കാണിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ചെക്കിങ്ങിൽ നിന്ന് ഒഴിവായി പോകാൻ എന്തായാലും പറ്റും. നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ യാത്ര ചെയ്യുക. ഈ പരിവാഹൻ ആപ്പ് വെച്ച് വേറെ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സുകളുണ്ട്. അപ്പം ആ ഹോം ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് RC ഇൻഫർമേഷൻ, അപ്പോൾ വണ്ടികളുടെയൊക്കെ ഏതെങ്കിലും വണ്ടി വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ, അതായത് ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ലൈസൻസിൻ്റെ ഇൻഫർമേഷന്, പിന്നെ നമുക്ക് ടാക്സ് ഒക്കെ ഇതിനകത്തൂടെ പേ ചെയ്യാൻ പറ്റും. പിന്നെ വണ്ടിയുടെ രജിസ്ട്രേഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, പിന്നെ ലൈസൻസ് സംബന്ധിച്ചുള്ള ഇൻഫർമേഷനുകളെല്ലാം ഈ ആപ്പ് വഴി നമുക്ക് അറിയാൻ പറ്റും. ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ ഈ ആപ്പിനെക്കുറിച്ച് പറയാൻ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുക. എന്നിട്ട് വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ.
അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റൂടെ ചെയ്യുക. ഇങ്ങനെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.